മറുപടിയാണ്. ഞാൻ പിന്നെ സത്യസന്ധമായിട്ടല്ലേ പറയുള്ളൂ. എന്താണോ ചോദിക്കുന്നത് അതിന് മാത്രം മറുപടി കിട്ടിയാൽ ശരിക്കും പെണ്ണുങ്ങൾ മിസ് ചെയ്യുന്നുണ്ടോ? നമുക്ക് പ്രജൻസാണല്ലോ ഓളെ കൂട്ടം തന്നെ ഒഴിവാക്കണം. സൗണ്ട് കൂട്ടണം. സെന്റിമെന്റൊക്കെ പോണേ കാര്യമായിട്ട്. സത്യം എൻ്റെ പെണ്ണുങ്ങൾ തന്നെ മിസ് ചെയ്യണേ സ്വന്തം. പിന്നെ എനിക്കും വേറെ പെണ്ണാണ്. ഇതൊന്നും പറയാൻ പറ്റൂല. ഇടയ്ക്ക് ഫോണിനൊക്കെ കാണാൻ. അപ്പോൾ വാലന്റൈൻസ് ആയിട്ട് എന്തെങ്കിലും സ്പെഷ്യൽ സ്പെഷ്യലൊന്നും ഇതായിട്ടൊന്നും കൊടുത്തിട്ടുമില്ല. പിന്നെ ഇപ്പം എന്ത് മിസ്സിങ് ആയി പറയുന്നത്? അത്രയൊക്കെ സ്നേഹമുള്ള ഒരാൾക്ക് നമ്മൾ എന്തെങ്കിലും ഒരു ഗിഫ്റ്റ് ഒക്കെ നിങ്ങളെന്താ കൊടുക്കുന്നത്? നമ്മൾ തെറ്റില്ല. ഞാൻ വീഡിയോ ആണ്. ഇതാരാണ് സ്വന്തം? അത് വാങ്ങ്. സ്നേഹപൂർവ്വം ഒരാൾ കൊടുത്തേച്ച് എന്താ പറയാനുള്ളത്? ഇനി എന്താ പറയാല്ലേ? എന്താ പറയാനുള്ളത് ഓളോട്? ആരെ കൊടുത്തേച്ചെന്ന് എനിക്കറിയില്ല. ഇനി കൊടുത്തയച്ച ആളെ റേഷൻ കാർഡിന്റെ നമ്പർ തരാം. ഓളോട് ഇപ്പം എനിക്ക് മറുപടി പറയാല്ലോ. എന്താ ഇത് കൊടുത്തയച്ച വ്യക്തിനോട് സന്തോഷം. ആകെ അതേ പറഞ്ഞിട്ടുള്ളൂ. അങ്ങോട്ട് തിരിച്ചെന്നേ അത് റിട്ടേൺ ആയിക്കോക്കെ. എന്താ ഇപ്പത്? ഒരു താങ്ക്സ് കൊടുക്കുന്ന കൂടി ഒരു സാധനം കൊടുത്തേക്കും പറയാം. കഴിഞ്ഞോ? ഞാൻ എന്താ പറയണ്ടി? അത് റിട്ടേൺ ആയിക്കോട്ടെ. പൊളിക്കണ്ടേ? പൊളിക്കും. കത്തിയാണ്. ഹൈ എന്താടാ അത്? പുസ്തകമുള്ള കർട്ടൂണൊക്കെ പൊളിക്കണായിരുന്നു. ഒരു സന്തോഷമില്ലാതെ വിളിക്കല്ലേ? മെസ്സേജ് അയച്ചിട്ടുള്ളൂ. കാണിക്ക്. അപ്പൊ എന്റെ സ്നേഹത്തിലുണ്ടെന്ന് പറഞ്ഞില്ല. ഇതൊന്ന് നമുക്ക് ഇതിക്കിടാനുള്ള സ്നേഹപൂർവ്വം ഒരാൾ നാട്ടിൽ നിന്ന് കൊടുത്തയച്ചാണ്. അല്ലാപ്പോ അങ്ങനെ ഫോട്ടോ ഇതൊക്കെ വരുന്നത് ആക്കിട്ട് 2 മിനിറ്റ് കൊണ്ട് തട്ടിക്കൂട്ടി ഉണ്ടാക്കി. ഇതായത് പ്ലാനിന് കഥ, തിരക്കഥ, സംഭാഷണം, സംവിധാനം. അല്ലല്ല, ഞാനൊരു കഥാപാത്രമേ അല്ല, മുത്തു എന്ന് പറഞ്ഞ വ്യക്തിയാണ്. കഥ, തിരക്കഥ, സംഭാഷണം, സംവിധാനം. എന്നാലും ഇത് വിളിക്ക്, ഞാൻ വരാം. വിളിക്കിട്ടോ. അല്ല പറ്റിയണോ? ഗിഫ്റ്റ് പറ്റിയണോ? ഓക്കെ. ഗിഫ്റ്റ് പറ്റിയണോ? അല്ല സ്നേഹത്തോടു കൂടി ഒരാൾ നാട്ടിൽ നിന്നൊക്കെ കൊടുത്തയച്ചറിയുമ്പോൾ പക്ഷെ എൻ്റെ മറുപടി എനിക്ക് തീരെ പറ്റിയില്ല കേട്ടോ. ഒരു അതന്നെയല്ലേ സർപ്രൈസ് ഗിഫ്റ്റ് പറഞ്ഞാൽ അതന്നെയല്ലേ പ്രതീക്ഷിക്കാതെ വെക്കണല്ലേ സർപ്രൈസ് ഗിഫ്റ്റ്. ഒരാൾ സ്നേഹത്തോടു കൂടി നാട്ടിൽ നിന്ന് കൊടുത്തയച്ചിട്ട് സന്തോഷമുണ്ട്. ഇല്ല ഇതെന്താ ഗെയിം ഷോ ആണോ? ആവുന്നല്ല. നല്ല 2 മിനിറ്റിൽ തട്ടിക്കൂട്ടി ഉണ്ടാക്കിയ. അപ്പോൾ ഇതാണ് വരുന്നത് ഇന്നത്തെ ബർത്ത്ഡേ കുട്ടിയാണ്. ഇതാണ് ശരിക്കും എൻ്റെ പെണ്ണുങ്ങളെ എനിക്ക് കൊടുത്തയച്ച ഗിഫ്റ്റ്. ഇനി സ്നേഹപൂർവ്വം സ്വീകരിച്ചോ. ആകെപ്പതാ പറയാനുള്ളത്? ഓള് കഫാല മാറിപ്പോട്ടോ. അങ്ങനെയാണെങ്കിൽ ഓക്കെ ആണോ? കരയാണ്ടോ? കരയാനൊന്നുമില്ല. VFX-ലിടാം. നിങ്ങളെ കഫാലത്തിലുള്ള പെണ്ണുങ്ങൾ വരാം. 8 കൂടുതലായതുകൊണ്ട് റെഡിലാണ്.